കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു യാത്ര വീണ്ടും ഒത്തിണങ്ങി. യാത്രയിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വെച്ചതിന് ശേഷം അതെല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ പാക്ക് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ഇനി പോണ വഴിക്ക് വേറെയൊക്കെ മേടിക്കാൻ നടക്കേണ്ടി വരും. ഏവർക്കും ട്രാവലോഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്രയുടെ ഉദ്ദേശം തന്നെ എൻ്റെ സുഹൃത്തിൻ്റെ വിവാഹം കൂടാൻ വേണ്ടി ആസാം ഗുവാഹത്തിയിലേക്കാണ് പോകുന്നത്. പണ്ട് കാരണന്മാർ പറഞ്ഞതിൽ അംഗവും കാണാം താളിയും പറിക്കാം എന്ന ഉദ്ദേശത്തോടെയാണ് എൻ്റെ മൈൻഡ്. കൂട്ടത്തിൽ കല്യാണം കൂടാൻ വേണ്ടി പോകണം, എന്നെ ഒത്ത് അവിടുത്തെ ആസാമൊക്കെ ഒന്ന് കാണാം എന്നാണ് ഉദ്ദേശം. അങ്ങനെ എയർപോർട്ടിലെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അവിടെ വെറുതെ ഇരിക്കുന്ന സമയത്ത് അവിടെ എയർപോർട്ടിലെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പാടില്ലാത്ത വസ്തുക്കളെല്ലാം, ഹാൻഡ് ബാഗിൽ കൊണ്ടുപോകാൻ പാടില്ലാത്ത വസ്തുക്കളൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കല്യാണത്തിന് കൂടെ വരുന്ന രണ്ട് സുഹൃത്തുക്കളപ്പോൾ അവിടെ വന്നെത്തിച്ച്. പക്ഷേ അവർ കൊച്ചിയിൽ നിന്ന് മുംബൈയിൽ നിന്ന് ഗുവാഹത്തിയിലേക്കാണ് പോകുന്നത്. ഈ പ്രാവശ്യത്തെ യാത്രയിൽ ഗുവാഹത്തിയിലേക്ക് തനിച്ചാണ് ഞാൻ പോകുന്നത്. എനിക്ക് 10:40-നാണ് ഫ്ലൈറ്റ്. ഈ വന്നുകൊണ്ടിരിക്കുന്ന ഇൻഡിഗോ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അത് റൺവേയിലേക്ക്, നമുക്ക് കയറേണ്ട റൺവേയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ നിന്ന് കയറാനുള്ള നിർദ്ദേശമൊക്കെ വന്ന കാരണം പതുക്കെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് പതുക്കെ മെയിൻ റൺവേയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 10:40 തന്നെ നമ്മുടെ ഫ്ലൈറ്റ് എടുക്കാൻ തുടങ്ങി. 11:50 തന്നെ ബാംഗ്ലൂർ വന്ന് ചേരും. അവിടെ നിന്ന് 5:45 ഗുവാഹത്തിയിൽ എത്തിച്ചേരും. നമ്മുടെ ഫ്ലൈറ്റ് കണക്ടിവിറ്റി ഫ്ലൈറ്റാണ്. അപ്പോൾ ബാംഗ്ലൂർ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ ഗുവാഹത്തിയിലേക്ക് നമുക്ക് ഫ്ലൈറ്റ് വീണ്ടും കയറണം. അങ്ങനെ ക്യാപ്റ്റൻ്റെ നിർദ്ദേശമൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ പതുക്കെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി തുടങ്ങി. പൊതുവെ ഇന്നത്തെ ക്ലൈമറ്റ് ഭയങ്കര മോശമായിരുന്നു. ആകാശമൊക്കെ മൂടിക്കെട്ടിയായിരുന്നു കിടന്നുവെച്ച് താഴത്തൊന്നും കാണാൻ പറ്റിയില്ല. ഈ കാണുന്നത് കേരളമല്ല, ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിലെ കാഴ്ചകളാണ്. ധാരാളം കൃഷിയിടങ്ങളിപ്പോൾ കാണാമെന്നുണ്ട്. ധാരാളം കൃഷിയിടങ്ങളും വ്യവസായശാലകളും ഗോഡൗണുകളൊക്കെ ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങാനുള്ള നിർദ്ദേശം വന്നു തുടങ്ങിയിട്ടുണ്ട്. ടേക്കിൻ ചെയ്യാനുള്ള ക്യാപ്റ്റൻ്റെ നിർദ്ദേശം വന്നു. ഫ്ലൈറ്റ് ടേക്കിൻ ചെയ്തു. ഇനി എയർപോർട്ടിൽ പോയി എത്ര മണിക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ഫ്ലൈറ്റ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യണം. വിശന്നിട്ടും വയ്യ, എന്തെങ്കിലുമൊക്കെ കഴിക്കണം. എവിടെ നോക്കിയാലും ഇൻഡിഗോ എയർലൈൻസിൻ്റെയാണ് കൂടുതലും കാണുന്നത്. നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിനേക്കാളും വലിയ ഒരു എയർപോർട്ടാണ് ബാംഗ്ലൂരിൻ്റെ. അപ്പോൾ സമയമൊക്കെ നോക്കി കറക്റ്റ് ടൈമിൽ വരണം. ഹോട്ടലിൽ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കൈ കാശുണ്ടെങ്കിൽ മേടിച്ച് കഴിക്കാം.
ഇവന്മാർ തോന്നിയ വിലക്കാണ് സാൻഡ്വിച്ചിൻ്റെയൊക്കെ വിലയൊക്കെ എഴുതി വെച്ചാൽ 10, 300, 400 കഴിക്കാണ്ട് ഇരിക്കുന്ന എന്ന് തോന്നിപ്പോയി. അതിനിടയ്ക്ക് മൊബൈലിൽ റീൽസ് കണ്ട് ഉഡാൻ സൗജന പദ്ധതി എന്താണോ എന്തോ, അതൊക്കെ ഇവിടെ ഇതുവരെ എത്തിയിട്ടില്ല. സംഭവത്തിനെ കുറിച്ച് ഞാൻ കാണിച്ചു തരാം. ഉഡാൻ യാത്രി കഫേകൾ തുടങ്ങിക്കഴിഞ്ഞു. കേട്ടാൽ വിശ്വസിക്കില്ല, നമ്മുടെ നാട്ടിൻ പുറത്തെ തട്ടുകടയിലെ അതേ വിലയ്ക്ക് ഇനി എയർപോർട്ടിലും ഭക്ഷണം കിട്ടും. വെറും 10 രൂപയ്ക്ക് ചായയും വെള്ളം, 20 രൂപയ്ക്ക് കോഫിയും വടാപ്പാവും സമൂസയും ഒക്കെ ഇവിടെ ലഭ്യമാണ്. ഉടൻ തന്നെ ബാംഗ്ലൂർ, മുംബൈ, ഡൽഹി എയർപോർട്ട്. ഈ ഉഡാൻ യാത്രാ കഫേകൾ എല്ലായിടത്തും തുടങ്ങുകയാണെങ്കിൽ ഒരു കാര്യത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടും. കാരണം തോന്നിയ വിലക്ക് വിൽക്കുന്ന മറ്റു കടക്കാർക്ക് ഒരു പണിയാവും. കാരണം ഈ കുറഞ്ഞ ചിലവിൽ നല്ല ഭക്ഷണം കിട്ടുകയാണെങ്കിൽ എല്ലാവരും അവിടെ തന്നെ കയറുള്ളൂ. കാരണം എല്ലാവരും വിശപ്പ് നോക്കി ഇവന്മാർ ആ വിശപ്പിനെ മുതലാക്കി കടക്കാരെല്ലാം 500, 300 രൂപയൊക്കെ ക്വാണ്ടിറ്റിയും കുറവാണ്, ഒടുക്കത്തെ വിലയും. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഉഡാൻ യാത്രാ കഫേകൾ എല്ലായിടത്തും ഇന്ത്യയിൽ മൊത്തത്തിൽ വന്നെയാണെങ്കിൽ നല്ല. അങ്ങനെ 2:45 ആയപ്പോൾ തന്നെ നമ്മുടെ ഗുവാഹത്തി ഫ്ലൈറ്റൊക്കെ എത്തി. ഇപ്പോൾ അതിലേക്ക് കയറാനുള്ള തത്രപ്പാടിലാണ്. എല്ലാവരും ബസ്സിൽ വന്നിറങ്ങി ഓരോരുത്തരായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നതാണ്. ചെറിയ എയർ ബസ്സാണ്, ഇൻഡിഗോയുടെ തന്നെ. നമ്മുടെ ഫ്ലൈറ്റും പതുക്കെ റൺവേയിലേക്ക് നീങ്ങി തുടങ്ങി. തൊട്ട് പിന്നാലെ തന്നെ അടുത്ത ഫ്ലൈറ്റും റൺവേയിലേക്ക് നമ്മുടെ ഫ്ലൈറ്റിന് തൊട്ട് പിന്നാലെയായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് കാണാം. അങ്ങനെ ബാംഗ്ലൂരിനോട് യാത്ര പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫ്ലൈറ്റ് പതുക്കെ ടേക്ക് ഓഫായി. മണിക്കൂറുകളെല്ലാം വെറുതെ ഇരിപ്പായ കാരണം എൻ്റെ സഹയാത്രയാൻ നല്ല ഉറക്കമാണ്. അങ്ങനെ ഗുവാഹത്തി നഗരത്തിൽ എത്തിച്ചേർന്നു. ഇപ്പോൾ സമയം 5:45 ആയുള്ളൂ. പക്ഷേ ഒരു 9 മണി സമയത്തൊരു ഫീലിംഗാണ് ഇവിടെ വന്നപ്പോൾ തന്നെ കിട്ടുന്നത്. അമ്മാതിരി ഇരുട്ട. അങ്ങനെ നല്ല രീതിയിൽ ടേക്കിംഗ് ആയി. ഇരുട്ടായതുകൊണ്ട് എന്താ സംഭവിക്കണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എൻ്റെ അകത്ത്. അങ്ങനെ ഗ്രൗണ്ട് സ്റ്റാഫൊക്കെ വന്ന് നമുക്ക് ഇറങ്ങാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി തന്നു. അപ്പോൾ ഇൻഡിഗോയുടെ തന്നെ ബസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ കയറി നമുക്ക് റൺവേന്ന് ഇനി ഗുവാഹത്തി എയർപോർട്ടിലേക്ക് ഇനി പോകണം. ഗുവാഹത്തി എയർപോർട്ട് ഒരു രക്ഷയില്ല. ഒരു കളർഫുൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ റിസപ്ഷൻ ലോബിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. സംഭവം വളരെ ചെറിയൊരു എയർപോർട്ടാണ്, എന്നിരുന്നാലും നല്ല കളർഫുള്ളാണ്. മുംബൈയിൽ നിന്നുള്ള ടീം ഇത് എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് പോയി ആദ്യം എൻ്റെ ലഗേജൊക്കെ ഒന്ന് എടുത്തു വെക്കാം. ദേവന്നതാണ് നമ്മുടെ സാധനം. അപ്പോൾ ലഗേജ് അങ്ങനെ കൈപ്പറ്റി. ഫ്ലൈറ്റ് ചെറുതാണെങ്കിലും സംഭവം മൊത്തത്തിൽ കളർഫുള്ളാണ്. പോകേണ്ട സ്പോട്ടിൻ്റെയും മെയിൻ ഡെസ്റ്റിനേഷൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ അവിടെ നല്ലപോലെ പതിപ്പിച്ചിട്ടുണ്ട്. ഈ വരുന്നതാണ് നമ്മുടെ മുംബൈ ടീംസ്. ലെഫ്റ്റിൽ നിന്ന് രഞ്ജിയും ഗസിയ, റൈറ്റിൽ നിന്ന് ഉള്ളത് നിജിലും ശില്പിയാണ്. അപ്പോൾ അങ്ങനെ രഞ്ജി എല്ലാവരുടെയും ലഗേജ് എല്ലാം കളക്ട് ചെയ്ത് ഒരു ഡോളിക്ക് കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ പതുക്കെ പോയി ഞാൻ ഒരു ടാക്സി വിളിച്ചിട്ട് വരാം. ഇതാണ് നമ്മുടെ ഗുവാഹത്തി എയർപോർട്ടിൻ്റെ പുറന്നുള്ള കാഴ്ച. അതിന് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതിന് ബാക്കി വിശേഷം പറയാം കേട്ടോ.